നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ന്യൂ ഇയർ പിറന്നിരിക്കുകയാണ്. പുതുവർഷത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച 3 വാഹനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയമിടിപ്പ് കൂട്ടുന്ന വാഹനങ്ങളാണ് പോളോ അല്ലെങ്കിൽ ഗോൾഫിൻ്റെയൊക്കെ GTA വേർഷൻ. അതിൻ്റെ മുതുമുത്തച്ഛൻ എന്ന് വിളിക്കാവുന്ന ഒരു യുവാവാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. യുവാവ് തന്നെയാണ് വിളിക്കേണ്ടത്, കാരണം ഇപ്പോഴും യുവത്വം നഷ്ടപ്പെട്ടിട്ടില്ല. കൂടാതെ ഏറ്റവും ഇളം തലമുറക്കാരനായ ഗോൾഫ് GTA ഉണ്ട്. അങ്ങനെ 3 വാഹനങ്ങൾ. ഇത് പോളോ GTA. ഈ 2 വാഹനങ്ങളും ഇന്ത്യയിൽ വളരെ കുറച്ച് മാത്രം, അതായത് വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രം ഫോക്സ് വാഗൺ കൊണ്ടുവന്ന് വിറ്റ വാഹനങ്ങളാണ്. ഈ ഒരു ഗോൾഫ് GTക്ക് വേണ്ടി ഇവിടെ കടിപിടിയായിരുന്നു. അതായത് വളരെ കുറച്ച് യൂണിറ്റേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹനഭ്രാന്തന്മാരെല്ലാവരും ശ്രമിക്കുകയും അങ്ങനെ അവസാനം ഏറ്റവും മികച്ച ഭ്രാന്തന്മാർക്ക് കിട്ടുകയും ചെയ്ത 2 വാഹനങ്ങളാണ് ഈ കിടക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഗോൾഫ് GTയാണ് ഉദ്ദേശിച്ചത്. ഈ 2 വാഹനങ്ങളും എൻ്റെ സുഹൃത്ത് സുരേഷിൻ്റേതാണ്. സുരേഷിന് ഹൈടെക് എന്നുള്ള പേരിലുള്ള കൊച്ചിയിൽ നിങ്ങൾ എവിടെ നോക്കിയാലും കാണാവുന്ന മെഡിക്കൽ ലാബ് ശൃംഖലയാണുള്ളത്. ഈ വാഹനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇത് നമ്മൾ റോഷോ എന്ന ഡീറ്റെയിലിംഗ് സെൻറ്ററിനെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ അവിടെ കിടന്നിരുന്നതാണ്. അതിൻ്റെ ഉടമകളിൽ ഒരാളായ ജിതിൻ്റെ വാഹനമാണിത്. ഇത് 1986 മോഡലാണെങ്കിൽ അത് 2018, അത് 2025. അങ്ങനെ 3 തലമുറയിൽപ്പെട്ട 3 ഫോക്സ് വാഗൺ സന്തതികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് ഈ ഒരു ഗോൾഫും അതുപോലെ തന്നെ പോളോയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം. ഇന്ത്യയിലെ ഫോക്സ് വാഗൺ വന്ന കാലത്ത് തന്നെ അതോടൊപ്പം കൊണ്ടുവന്നൊരു വാഹനമാണ് പോളോ എന്ന് പറയുന്നത്. പോളോയും ഗോൾഫും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഗോൾഫ് അല്പം കൂടി വലിപ്പം കൂടിയ വാഹനമാണെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പോളോ GTA എന്ന് പറയുന്നതിന് അത് 3 ഡോർ വേർഷനാണ്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള 5 ഡോർ വേർഷനാണ് ഇവിടെ ഗോൾഫ് GTA കൊണ്ടുവന്നപ്പോൾ ഫോക്സ് വാഗൺ അങ്ങനെ നോക്കി ചെയ്തു. കാരണം കുറേ കൂടി പ്രാക്ടിക്കലാണ് ഗോൾഫിൻ്റെ GTA എന്നുള്ളതാണ്, 5 ഡോർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിനി എൻജിൻ പവർ നോക്കുകയാണെങ്കിൽ അത് ഗംഭീര മാറ്റമാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് 137 BSP ആണ്. 1986 മോഡൽ ഗോൾഫ് GT ആണിത്. ഇത് 137 BSP ആണെങ്കിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 2018 വന്നിരിക്കുന്ന പോളോ GT എന്ന് പറയുന്നത് 192 BSP ആണ്. അതിനുശേഷം ഒരു 7 വർഷം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഗോൾഫ് GTA 260 BSP ആണ്. അങ്ങനെ എൻജിൻ പവർ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത് വീണ്ടും ഒന്ന് മാപ്പ് ചെയ്ത് ഇവനെ 40-45 BSP കൂട്ടിയിരിക്കുകയാണ്. അത് 300-ലധികം BSP പവറുള്ള ഗോൾഫ് GT ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്നെയല്ല, അത് ധാരാളം കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട്. എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഉടമ, അതായത് സുരേഷിൻ്റെ മകൻ സ്റ്റീവിനോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും ഈ 3 വാഹനങ്ങളും ലോകത്തിലെ വാഹനഭ്രാന്തന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിൽ നമുക്കൊന്ന് കടന്നു പോകാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൻ്റെ ഓണേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. എങ്കിലും ചുറ്റും നടന്ന് ആദ്യം ഒന്ന് കാണാം അല്ലേ. ഇത് ഗോൾഫ് GTA എന്ന് പറഞ്ഞല്ലോ. ഗോൾഫ് GTA എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ പണ്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെ വന്നൊരു വാഹനമാണിത്. അതിൻ്റെ ചരിത്രം നമുക്ക് ജിതിനോട് ചോദിക്കാനുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും വളരെ പുതുമ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഷേപ്പാണ് ഇതിന്. നമ്മൾ ഈ പഴയ റിവ്യൂസൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് Mark 2 ആണ്. Mark 1 കഴിഞ്ഞ് Mark 2. അതായത് ഈ ഗോൾഫ് GTA എന്ന് പറയുന്നത് ആദ്യമായിട്ട് വിപണിയിൽ എത്തിയത് 1974-ലാണ്. അതിനുശേഷം അതിൻ്റെ Mark 2 എന്ന് പറയുന്ന വേർഷൻ വന്നത് 1983-ലാണ്. ഇത് 86 മോഡലാണ്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ആ ഒരു രൂപത്തിൻ്റെ ആ ഒരു പുതുമ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഞാനീ പറഞ്ഞു വന്നു വെച്ചാൽ നമ്മൾ പഴയ റിവ്യൂസൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ UK-ലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെയുള്ള റിവ്യൂസ് നോക്കുകയാണെങ്കിൽ ഈ Mark 2 ഗോൾഫ് GT എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമായിട്ട്. അതായത് അന്നത്തെ ഈ ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ്. കൂടാതെ പെർഫോമൻസ് കാർ ഓഫ് ദി ഇയർ പോലുള്ള അവാർഡുകളൊക്കെ നേടിയ കക്ഷിയാണ് ആ Mark 2 എന്ന് പറയുന്നത്. പോളോ GTയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 1990-ലാണ് G40 എന്ന GT മോഡൽ വന്നത്. അതിൽ നിന്ന് വീണ്ടും ഉയർകൊണ്ട ഒരു മോഡലിനാണ് നമുക്ക് GTIയെ വിളിക്കാവുന്നത്. 94-ലാണ് GT ആദ്യമായിട്ട് രംഗത്ത് വരുന്നത്, പോളോ GT. അതൊരു വമ്പൻ വിജയമായി. 3000 യൂണിറ്റുകളെ ആദ്യം കമ്പനി വിറ്റഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നുള്ളെങ്കിലും പിന്നീട് കൂടുതൽ യൂണിറ്റുകൾ നിർമ്മിക്കേണ്ടി വന്ന അത്രയും വലിയ ഹിറ്റായി മാറിയ വാഹനമാണ്. അതിൻ്റെ Mark 5 ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ. ഇനി ഏറ്റവും പുതിയ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ വിശദമായ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോകൾ നമ്മളുടെ ചാനലിലുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഇതിപ്പോൾ വേർഷൻ 8.5 ആണ്. അതായത് Mark 8.5 ആണ്. അത്രയും മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കം എന്ന് പറയുന്നത് 1970s തുടങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പം അതിൻ്റെ ലേറ്റസ്റ്റ് മോഡലുകൾ വന്നുവെന്നാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ രൂപത്തിലെ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒട്ടും മുഴച്ച് നിൽക്കാതെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. തന്നെ ഈ നിറം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് പൊതുവെ ഈ വാഹനത്തിന് ഇല്ലാത്തൊരു നിറമാണ്, അതായത് സ്റ്റോക്കിൽ ഇല്ലാത്തൊരു നിറമാണ്. അതാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രീനിഷ് ആ ഒരു കളറും വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പം ഈ 3 വാഹനങ്ങളും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പെർഫോമൻസിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വെയ്റ്റ്ലെസ്നെസ് ആണ്. കാരണം വലിയ BMW-ൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളുടെയൊക്കെ M2 M3 പോലുള്ള വാഹനങ്ങളെക്കാളും വെയിറ്റ് കുറഞ്ഞ വാഹനങ്ങളായതുകൊണ്ട് കുറെ കൂടി എൻജിൻ പവർ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ പ്രത്യേകത. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ ഗോൾഫ് GT വന്നപ്പോൾ കുറച്ച് വെയിറ്റ് കൂടെ വന്നു. കാരണം കുറേ വലിയൊരു വാഹനം തന്നെയാണത്. കാഴ്ചയിൽ നമ്മൾ ഒരു പോളോയോടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വലിപ്പം കൂടുതലുണ്ട്.
അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ ഡേ ടു ഡേ യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനവുമാണ്. എന്നാൽ ഫാമിലിയായിട്ട് യാത്ര ചെയ്യാനും പറ്റും, കാരണം പ്രോപ്പറായിട്ടുള്ള 5 ഡോർ വാഹനമാണിത്. എങ്കിൽ പോലും നമ്മൾ ഈ 3 വാഹനങ്ങളും നിരന്ന് കിടന്നാൽ പോലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരിക ഈ രൂപമാണ്. നല്ല ഗംഭീരമായ രൂപഭംഗി ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഒരു കാര്യം ആദ്യം നമുക്ക് ജിതിനോട് ചോദിക്കാം. ജിതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു 1986 മോഡൽ ഇത്രയും കാലം കൊണ്ടുവന്നപ്പോൾ എക്സ്പീരിയൻസ്. മറ്റു കാര്യമുള്ളത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഓടിച്ചു നടക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത്തരം പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്തായാലും ഒരു ഡീറ്റെയിലിംഗ് സെൻ്ററിൻ്റെ ഉടമയായതുകൊണ്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ ഇത് പരിരക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ജിതിനെ ഒന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ റോഷോയുടെ വീഡിയോ അടുത്ത കാലത്ത് ഏറ്റവും പുതിയ ഫെസിലിറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്കും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാഹനം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റ് ഉണ്ട്, ചേട്ടാ ഗോൾഫ് GTI പഴയതാണെങ്കിലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഇതിന് പറയായിരുന്നു ആ വീഡിയോ വന്നു കഴിയുമ്പോൾ ഇതിനെയും പരിചയമുള്ളവരെല്ലാം വിളിച്ച് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയധികം ജനപ്രിയ മോഡലാണ്. എനിക്ക് അറിഞ്ഞൂടെ ഇത്രത്തോളം ജനപ്രിയമാകാൻ കാരണം പോളോ GTI ആയാലും ഗോൾഫ് GTI ആയാലും വാഹനപ്രാന്തം നമുക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ പെടുന്ന വാഹനത്തെ പറ്റി അറിയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാവും. എവിടെയാണ് ഇതിനെ സോഴ്സ് ചെയ്തത്? മുംബൈയിൽ നിന്നാണ്. ആണോ? അപ്പോൾ മുംബൈ രജിസ്ട്രേഷൻ ഒക്കെ ആയിരുന്നു? അതെ, നമ്മൾ NOC എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പല തരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്, പക്ഷേ ഈ ഗോൾഫ് GTI വേണമെന്ന് ആഗ്രഹിച്ചത് എന്താ? ഗോൾഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരുപാട് വിന്റേജ് വണ്ടിയല്ല, എന്നാൽ ഒരുപാട് മോഡേണും അല്ല. ഇതൊരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അതിൽ തന്നെ സ്പോർട്ടി ആയിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ്. അപ്പം അങ്ങനെ നമുക്ക് റോഷോയിലായാലും ഒരു വണ്ടി വേണം, നല്ലൊരു വണ്ടി അവിടെ കിടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ ഒരുപാട് നാൾ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വണ്ടി കണ്ടപ്പോൾ തന്നെ, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, GTI എഞ്ചിനും എല്ലാം നമുക്കൊരു ഭയങ്കര ഇതായി കൗതുകം തോന്നി. ഇത് 1.8 ആണ്. രസച്ചാൽ ഇത് 1.8 137 bhp. ഇത് 1.8 ആണ്. ഇത് 1.8 ആണ്, 192 bhp ആണ്. പക്ഷേ അതിലേക്ക് എത്തിയപ്പോഴത്തേക്കും 2 ലിറ്റർ എഞ്ചിനായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതേ അതിൻ്റെ ഇടയ്ക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ ഗോൾഫ് GTI ഇവിടെ എത്തിയപ്പോൾ ഗോൾഫ് എന്നുള്ള പേര് ബ്രാൻഡ് ഒരു സുപരിതമായിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഈ ഗോൾഫ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു? ഇല്ല, വളരെ കുറവായിരുന്നു ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. ചിലരൊക്കെ വന്നിട്ട് മാരുതി ആണെന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ പോളോ ആണെന്നാണ്, പോളോയുടെ ഒരു തുടക്കക്കാരൻ വണ്ടിയാണെന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്നത്. പിന്നെ വണ്ടിപ്രാന്തന്മാര് അവർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടുകയറില്ല. ഫുള്ള് വണ്ടി ഒന്ന് ചുറ്റി കണ്ടിട്ടൊക്കെ പോവുള്ളൂ, സൗണ്ടും ഒക്കെ കേട്ടിട്ടൊക്കെ പോവുള്ളൂ. അത് അറിയാവുന്നവർക്ക് ഭയങ്കര ആവേശമായിരിക്കും, അറിയാത്തവർക്ക് ഒക്കെ എന്തോ ഒരു വണ്ടി. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഒന്ന് ഓടിച്ചോണ്ട് പോകുമ്പോൾ ആൾക്കാർക്ക് ഒരു കൗതുകം. ശരിയാണ്. അതെങ്ങനെയുണ്ട് ഇപ്പൊ കേരളത്തിൽ ഓടിച്ചോണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്? നമുക്ക് തുടക്കം കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഓടിക്കണേ എന്നുള്ളൊരു ഫീൽ ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ ഒരു ഇതിൽ ഭയങ്കരമായിട്ട് മെന്റലി ഇതായി കിട്ടും. പിന്നെ നമുക്ക് അങ്ങ് ഓടിച്ചു പോകാം. കുറച്ചും കൂടി സുഖമാണ് ലെഫ്റ്റ് ഓടിച്ചു പോകാൻ. ശരി. അപ്പൊ ഇത് 86 മോഡലാണെങ്കിലും എപ്പോഴാണ് ജിതിൻ വാങ്ങിച്ചത്? ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തോളം. 2 വർഷം. എങ്ങനെയുണ്ടായിരുന്നു കണ്ടീഷൻ വാങ്ങിക്കുമ്പോൾ? ഭയങ്കര മോശമായിരുന്നു. ഞങ്ങൾ റോഷോ കുറച്ച് പണിയെടുത്ത് ആക്ച്വലി ഇന്റീരിയർ ആയാലും സസ്പെൻഷൻ മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, കാർബറേറ്റർ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതെല്ലാം ഒന്ന് മാറ്റി ഇങ്ങനെ പതുക്കെ, ഞാൻ പെട്ടെന്ന് ഫുൾ പണിതൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ഒരു കണ്ടീഷനിലേക്ക് വരുന്നു. പിന്നെ സമയം പോലെ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ പണിത് ഇങ്ങനെ കൊണ്ടുപോകും. ഈ കളർ തന്നെയായിരുന്നു? ഇല്ല, ഒരു വേറൊരു ബ്ലൂ ആയിരുന്നു. ഇത് ആക്ച്വലി റാപ്പ് ചെയ്തതാണ്. ഇത് റാപ്പ് ചെയ്തത്? ഇത് റോഷോയുടെ റാപ്പിങ്ങിന്റെ പരസ്യം കൂടെ കേട്ടോ. ഇത് അങ്ങനെയാണ്. അത് ശരിയാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് ഏതെങ്കിലും റാപ്പിങ്ങിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇതിലാണ് പരീക്ഷിച്ച് കാണിച്ചു തന്നോണ്ടിരുന്നൊക്കെ അല്ലേ? എഞ്ചിൻ എങ്ങനെ ഉണ്ടായിരുന്നു വാങ്ങിക്കുന്ന സമയത്ത്? എഞ്ചിൻ നല്ലതായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കാർബറേറ്ററിലായിരുന്നു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു, മിസ്സിംഗ് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ കിറ്റും കാര്യങ്ങളും ഇതിന്റെ സാധനങ്ങളൊന്നും ആക്ച്വലി ഇവിടെ കിട്ടാറില്ല. നമ്മൾ UK സോഴ്സ് ചെയ്ത് ആരെങ്കിലും വരുമ്പോൾ കൊടുത്തു വിട്ട് നമ്മൾ അതങ്ങനെ പതുക്കെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ അതിങ്ങനെ ഒന്ന് മാറ്റി ഇപ്പൊ ഓടിക്കുമ്പോൾ വേറെ മിസ്സിംഗ് കാര്യങ്ങളൊന്നും ഇല്ല, കൂളായിട്ട് പോകുന്നുണ്ട്. നല്ലതായിരുന്നു. 1986 137 bhp ആയിരുന്നു എന്നുള്ള അല്ലേ? എന്നൊരു സംഭവമായിരുന്നു. ആലോചിച്ച് നോക്കുക. ആ കാലത്ത് നമ്മുടെ ഇവിടെയൊക്കെ അന്ന് അംബാസഡറൊക്കെ ഉള്ളപ്പോൾ 40 bhp 42 bhp ഒക്കെ ആയിരുന്നു. ആ സമയത്താണ് ഇവിടെ 137 വന്നിരുന്നത്. ആലോചിച്ച് നോക്കുക. എങ്ങനെയുണ്ട് ഓവറോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഓടിക്കാനായിട്ട് കിട്ടുന്ന ഒരു ഫീൽ ആക്ച്വലി നമുക്ക് വേറൊരു വണ്ടിയിൽ നമ്മൾ ഗ്ലാസ് തുറന്നിട്ടിട്ട് ഈ ഒരു സൗണ്ടും കേട്ടിട്ട് ഓടിക്കുമ്പോൾ ഭയങ്കര, പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടേ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ഔട്ട്പുട്ട് അപ്പൊ തന്നെ നമുക്ക് കിട്ടുക. അപ്പൊ അതിന്റെ ഒരു ഇത് ഭയങ്കരമാണ്, നല്ല ഫീലാണ് ആക്ച്വലി. ഗിയർ ഷിഫ്റ്റുകളൊക്കെ 5 സ്പീഡ് വളരെ സ്മൂത്താണ്.
സസ്പെൻഷനും നിങ്ങളൊന്ന് കുറച്ചൊക്കെ പണിത് തന്നെ കുറച്ച് ഇനിയും പണിയാനുണ്ട് ആക്ച്വലി, സസ്പെൻഷനിൽ ഇച്ചിരി പണിയാനുണ്ട്. നമുക്ക് ചുറ്റും നടന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ അത് എക്സ്ട്രാ ഇത് എക്സ്ട്രാ ആണോ ഈ ലൈറ്റ്? ഇല്ല, അതെ MK2ന്റെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ല്. 4 ലൈറ്റ് വരുന്നത് ആക്ച്വലി 1986. ഓ അത് ശരി, നമ്പറും അങ്ങനെ NOC എടുത്തപ്പോൾ നമുക്ക് ഫാൻസി നമ്പർ ഉണ്ടായിരുന്നു. അപ്പൊ 86 നമ്പർ. അതുള്ള ഫയർ സൈസ് 14 അല്ലേ? 14 ഇഞ്ച്. ഇപ്പൊ അതില് 17 ആണ്, അതില് 18. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കുറെ ചേഞ്ചസ് ഒക്കെ അതിന്റെ ടയർസിലൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ ഗോൾഫ് മാർക്ക് 2 എന്നൊക്കെ ഉള്ള ബാഡ്ജ് അതുണ്ടായിരുന്നാണോ? ഇല്ല, നമ്മളൊരു ചെറിയൊരു ഇതിന്റെ ഭാഗമായിട്ട് ചെയ്താ. ഇത് പിന്നെ വളരെ സ്പോർട്ടി ആയിട്ട് ഇത് ശരിക്കും നമ്മൾ യൂറോപ്പിലും UK-ലും ചെല്ലുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു സാധനമാണ് ഇത്. 86 എന്നുള്ള അവിടെ ഉള്ളവർക്ക് ഭയങ്കര പ്രിയമാണ്. ഞാനിപ്പോ പറയായിരുന്നു വേറെ ലെവലിലാണ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ റിവ്യൂസ് ഈ കഴിഞ്ഞ ദിവസം ഈ ഷൂട്ടിന് മുമ്പ് നോക്കിയപ്പം ഗംഭീര റിവ്യൂസ്. അത് മാർക്ക് 2 എന്ന് പറയുന്നത് ലോകത്ത് വന്നിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സ്പോർട്സ് കാർ എന്നുള്ള സാധനമാണ് അന്നത്തെ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത്. ബാക്കിലേക്ക് എത്തുമ്പം ഈ പറഞ്ഞല്ലോ നമ്മൾ കണ്ടിട്ടുള്ള പല വാഹനങ്ങളുടെ ഒരു ഫീലുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് ബൂട്ട്. ഇതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഒരു എഞ്ചിൻ വെച്ചുള്ള എല്ലാം നമ്മളെല്ലാം ഇങ്ങനെ പാർട്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു നല്ല പണിക്കാരെ കിട്ടാന്നുള്ളതും ഇതില് വലിയൊരു ഇതാണ്. കാർബറേറ്റർ കാര്യങ്ങളൊക്കെ പണിയാൻ. ശരി, ഇപ്പൊ കാർബറേറ്റർ സാധനം ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമ്മള് തന്നെ ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ട് പതുക്കെ. നല്ല വലിയ ഗ്ലാസ് ഏരിയ ഉണ്ടോ, ഗംഭീര ഗ്ലാസ് ഏരിയ. ഭയങ്കര പെർഫെക്ഷൻ ആണ്. പെർഫെക്ഷൻ മാത്രമല്ല അല്ലേ, ഭയങ്കര ക്വാളിറ്റി ഓഫ് ബിൽ ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവമാണ്. ഈ ഫോക്സോണുള്ള ലോഗോ ഒക്കെ കണ്ടില്ല, അതിൻ്റെ അകത്തേക്ക് ഗ്രൂ ചെയ്ത് വെച്ചിരിക്കുക, അകത്തേക്ക് വെച്ചിരിക്കുകയാണ് സാധനം. പിന്നെ സിംഗിൾ എക്സോസ്റ്റേ ഉള്ളൂ. ഗോൾഫ് GT എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. റിയർ വൈപ്പറൊക്കെ ഉണ്ടായിരുന്നു തന്നെയല്ലേ? 87 അതോടെ കേട്ടിട്ട് പോലും ഇല്ല. 86 അങ്ങനെ ഒരുപാട് ഉണ്ട്. ഈ പറഞ്ഞ ചെറിയ ചെറിയ നമ്മള് അന്നത്തെ കാലത്ത് അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതാണ് സംഭവം. ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളൊക്കെ ആ കാലത്ത് ഈ കാളവണ്ടി യുഗം ജസ്റ്റ് നമ്മൾ എന്താണ് മാരുതി 884 വന്നത്. 84 വരുമ്പോൾ ഇത് 83 പോലും ഇത്തരം സംഭവങ്ങളുമായിട്ടാണ് ഇതൊക്കെ വന്നതെന്ന് ആലോചിച്ച് നോക്കാം. നമ്മളപ്പോൾ എത്ര വൈകിയാണ് ഇന്ത്യ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിയത്. ഇപ്പം വളരെ മുന്നിലായി നമ്മൾ വാഹന നിർമ്മാണത്തിലൊക്കെ എങ്കിൽ പോലും അന്നൊക്കെ വളരെ പ്രൊമിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. ഇനി അത് ഇൻറ്റീരിയർ ആണോ അല്ലേ? അപ്പോൾ കയറുമ്പോൾ തന്നെ ഈ ഡോറിൻ്റെ ലോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഉൾഭാഗത്തൊരു ചെറിയ ഹാൻഡിൽ ഇതിൻ്റെ അകത്ത് കാണും. അത് പിടിച്ചിട്ടൊന്ന് മുകളിലേക്കൊന്ന് ഞെക്കിയിട്ട് വേണം ഇങ്ങനെ തുറക്കാൻ. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇത് ഇൻറ്റീരിയറിൻ്റെ സ്പേസ് ഉണ്ടോ? ഫ്രണ്ടിലെ ഇൻറ്റീരിയറിൻ്റെ സ്പേസൊക്കെ എത്രത്തോളമാണെന്ന് കണ്ടോ? അപ്പോൾ നമ്മൾ സീറ്റൊക്കെ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും മാറ്റിയിട്ടില്ല. ആ സമയത്ത് സീറ്റാണ്. എന്താ അതിൻ്റെ ആ ഒരു ബോൾസേഴ്സും അതിൻ്റെ ഒരു കുഷനിങ്ങിൻ്റെ ഒക്കെ രീതിയുണ്ട്. എന്ത് രസം നോക്കിയേ, ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ ഇപ്പോഴും ഇപ്പോൾ ക്ലാസ് ആട്ടോ. ഇത് ഒരു വലിയൊരു കൺസോൾ പോലെ അല്ലേ, ഡാഷ്ബോർഡ് വലിയൊരു കൺസോൾ പോലെ നിൽക്കുന്നു. AC ഒക്കെ ഉണ്ടോ? AC ഉണ്ട്. ഇത് നമ്മൾ പിന്നെ ഫിറ്റ് ചെയ്തൊരു ഫ്ലോപ്പങ്ക് സിസ്റ്റം ഉണ്ട്. കുറേ സ്വിച്ചസ്, നല്ല സ്ക്വയറിഷ് ആയിട്ടുള്ള മീറ്റർ കൺസോള്. ഇവിടെയൊക്കെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലം. നമ്മളെപ്പോഴും പറയില്ല ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾ അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ്. സീറ്റിന് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ എന്തൊക്കെയുണ്ട്? നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ ഇവിടെ നമുക്കൊരു ലിവർ ഇതാണ് സ്ലാൻഡ് ചെയ്യാനുള്ള. ഇത് ഭയങ്കര ഇപ്പോഴത്തെ വണ്ടിനേക്കാളും സിമ്പിളാണ്. ശരിയാണ്. തിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് കിട്ടും. പിന്നെ സീറ്റൊക്കെ ഒറിജിനൽ സീറ്റാട്ടോ, നല്ല ഫാബ്രിക് സീറ്റ്, നല്ല കുഷനിങ് ഉള്ള സീറ്റ്, നല്ല സുഖമായിട്ടുണ്ട്. പിന്നെ ഗ്ലോ ബോക്സ് ഒക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെ ശരി. ചെറിയൊരു ഗ്ലോ ബോക്സ്. പിന്നെ ഇതാണ് മിറേഴ്സിൻ്റെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മുടെ ആദ്യകാല മാരുതി ആയിട്ടുണ്ട് ഒരു വടി നിന്നിരുന്നതാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. പിന്നെ പവർ വിൻഡോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് ഇങ്ങനെ വരണം. അതുപോലെ സ്റ്റിയറിംഗ് എങ്ങനെ? സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ്. ഒന്ന് ഓടി തുടങ്ങുമ്പോൾ നല്ല സ്മൂത്ത് ആവും അല്ലേ? സ്മൂത്ത് ആവും. ഹോണുണ്ടോ? ഒറിജിനലാണോ? അതെ. ഇപ്പോഴത്തെ ഫോക്സ് വാഗണിൻ്റെ ഏതാണ്ട് ഒരു ലൈൻ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അല്ലേ?
എന്തായാലും സംഭവം നല്ല രസമായിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞല്ലോ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെയാണല്ലോ തകർപ്പനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് പക്ഷേ അതിന് മുമ്പ് ഒന്ന് സുരേഷിൻ്റെ അടുത്ത് നമുക്ക് ഈ രണ്ട് വാഹനങ്ങളെ പറ്റിയുള്ള സുരേഷ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്റ്റീവിനോടും ചോദിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് മുമ്പ് നമുക്ക് ബാക്ക് സീറ്റിലെ കംഫർട്ട് ഒന്ന് നോക്കാം. ബാക്ക് സീറ്റ് ഉണ്ടോ? ബാക്ക് സീറ്റിൻ്റെ തൈ സപ്പോർട്ട് എന്നൊക്കെ പറയുന്ന ആ കാലത്തെ തൈ സപ്പോർട്ട് ഉണ്ട്. എന്താ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തെ കുഷനിങ്. അതുപോലെ നല്ല വളരെ ഫ്ലാറ്റാണ് ഫ്ലോർ. നടുക്കൊരു ഈ ഒരു കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു സെൻട്രൽ ടണൽ എന്ന് പറയാനേ ഉള്ളൂ. എന്തായാലും വളരെ കംഫർട്ടബിളാണ്. തന്നെയല്ല സ്പേസ് കണ്ടല്ലോ. ഇതാണ് ഈ ഗോൾഫിനെയും പോളോയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത്. ഈ പോളോയുടെ കാര്യത്തിൽ എപ്പോഴും ബാക്കിൽ സ്പേസ് കുറവായിരിക്കും, കാരണം അതിന് വീൽ ബേസ് കുറവാണ്, നീളം കുറവാണ്. പക്ഷേ ഗോൾഫ് പണ്ട് തൊട്ട് തന്നെ വളരെ എന്താ പറയുക 5 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന നല്ല ബാക്കിൽ ഇൻറ്റീരിയർ സ്പേസ് ഒക്കെ ഉള്ളൊരു വാഹനമായിരുന്നു. അതുകൊണ്ടാണ് കുറേ കൂടി എന്താ പറയുക ഫാമിലി ഒരു ഓറിയൻറ്റഡ് എന്ന് പറയുന്ന ഗോൾഫാണ്. അത് നമുക്ക് ഈ രണ്ട് വാഹനങ്ങൾ കാണുമ്പോൾ കൃത്യമായിട്ട് അറിയാനും സാധിക്കും. അപ്പോൾ ഞാനിന്ന് സുരേഷിനെ സ്റ്റീവിനെ കണ്ടിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത് സുരേഷ് നിങ്ങൾക്ക് പരിചയമുണ്ടാവും, നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. സുരേഷ് ഞാൻ പറഞ്ഞല്ലോ ഹൈടെക് എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ ലാബ് ശൃംഖലയുടെ ഉടമയാണ്. എനിക്ക് തോന്നുന്നത് ഈ പോളോ GTയും അതുപോലെ തന്നെ ഗോൾഫ് GT ഒരുമിച്ച് ഒരേ വീട്ടിൽ കാണുന്നത് വളരെ അപൂർവമായിരിക്കും. ഉണ്ടാകാം തീർച്ചയായിട്ടും, പക്ഷേ അപൂർവമായിരിക്കും. പക്ഷേ ഈ വീട്ടിൽ അത് രണ്ടുമുണ്ട്. കാരണം ഈ വീട്ടിൽ 3 പേരുണ്ട്. ഈ അച്ഛനും 2 മക്കളും 3 പേരും വണ്ടിപ്രാന്തന്മാരായതുകൊണ്ട് ഇത്ര ഏത് വാഹനങ്ങളും വരും. സുരേഷ് വളരെ പവർഫുള്ളായുള്ള അല്ലാതെ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയ സൈബർസ്റ്റർ വാങ്ങിക്കുകയും ചെയ്തു. പക്ഷേ എന്താണ് നിങ്ങളുടെ ഈ ഒരു വാഹന ശേഖരത്തിൽ ഈ പോളോ GTയ്ക്കുള്ളൊരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കളക്റ്റീവ് കാറാണ്. കാരണം ഇനിയും ഇങ്ങനത്തെ ഒരു വെഹിക്കിൾ കിട്ടില്ല. കാരണം വളരെ ഒരു റെയർ പീസ്, എല്ലാവരും ഒരു ശരിക്കും കീപ്പ് ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് സിറ്റി ഡ്രൈവിലും നമുക്ക് വളരെ ഈസി ആയിട്ട് എവിടെയും ആക്സസ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാനും പിന്നെ ഒരു എൻജോയ് ചെയ്യാം ഡ്രൈവിങ്, ഒരു ഫീൽ ഉണ്ട് ഡ്രൈവ്. അത് കഴിഞ്ഞിട്ട് ഈ ഗോൾഫ് GT വന്നപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത് നമ്മളൊരു ക്വിക്ക് കമ്പാരിസൺ പറയണത് എന്താണ് വ്യത്യാസം? കമ്പാരിസൺ ഇതിൽ പുതിയ ടെക്നോളജി, പുതിയ കുറച്ചും കൂടി കോൺഫിഡൻസ് ഡ്രൈവിംഗ് എല്ലാം ഗോൾഫ് GT അല്ലേ. അതാണ് എൻ്റെ ഒരു ആ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. ഈ സാങ്കേതികമായിട്ട് വളരെ മുന്നിലാണ്. കാരണം ഇതിൽ പോളോ ഇവിടെ ഉണ്ടായിരുന്ന GT അല്ലാതെ സാധാ പോളോ നോക്കിയാൽ പോലും കണക്ടിവിറ്റി ഫീച്ചേഴ്സും ബാക്കി എല്ലാ ഫീച്ചേഴ്സും കുറവായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ബിൽ ക്വാളിറ്റിയും എഞ്ചിൻ്റെ ഒരു രസമൊക്കെ കൊണ്ടാണ് അത് അങ്ങനെ വിറ്റുപോകും. പക്ഷേ ഇതിപ്പം കുറെ കൂടി മോഡേണായി മോഡേണായി വെരി 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 കോൺഫിഡൻസ് വെഹിക്കിളായി. അത്രയും നല്ല നമുക്ക് ഏത് ടെറൈനിലും എങ്ങനെയും നമുക്ക് എടുത്തുകൊണ്ട് പോകാനും നല്ല. പിന്നെ പ്രാക്ടിക്കലാണ്, 4 ഡോറാണ്. അതെ, 4 ഡോറാണ്. അത് ഫാമിലി കാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ അറ്റ് എ ടൈം സെലിബ്രിറ്റീസ് വാങ്ങിച്ചിരിക്കുന്ന ഈ കാറാണ്. വേറെ ഒരു വണ്ടിയും ഇറങ്ങിയിട്ട് ഒരു ഇത്രയും ആൾക്കാർ അത്രയും അവർ ആ കാറിനെ പറ്റി അറിയുന്നതുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അന്ന് നമുക്ക് പറയാം, നമ്മുടെ മറ്റേ EVMൻ്റെ ഒക്കെ MD അതുപോലെ തന്നെ ഫീനിക്സിൻ്റെ MD രാജേഷൊക്കെ പറയായിരുന്നു, ഇത് ആൾക്കാരെല്ലാം വിളിയാണ്, എനിക്കൊരെണ്ണം വേണം. അവസാനം കുറേ പേര് പിണങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്, കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് പിടിയാണ്. വേറെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിൻ്റെ കാര്യത്തിൽ ഇതിന് 20 എത്രയായിരുന്നു 20 അന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ ലാസ്റ്റ് പീസ് ആയിരുന്നു. ഇത് ശരിക്കും ഓൺ റോഡ് എനിക്ക് 19 ആയുള്ളൂ. പക്ഷേ 35 lakhs മുതലാണ് അവർ ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങിയത്. ഇതിലേക്ക് എത്തിയപ്പോഴത്തേക്കും 68 ആയി. 7 വർഷം കൊണ്ട് ഇരട്ടിയിലധികം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങേയറ്റം വണ്ടി ഭ്രാന്തന്മാരെ അത് ഈ 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുള്ളൂ. കാരണം 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് BMW ബെൻസിലേക്കൊക്കെ പോകാൻ പറ്റുമെങ്കിലും ഗോൾഫ് GT വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് പക്ക വണ്ടി ഭ്രാന്തന്മാർ. പക്ഷേ ഇതും ഫ്യൂച്ചറിൽ കളക്റ്റീവ് കാറാവും. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ആവും. അപ്പോൾ ഇതൊന്നും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല? ഇതൊന്നും ഉദ്ദേശിക്കുന്നില്ല, കയ്യിൽ തന്നെ കാണും എപ്പോഴും. എങ്കിൽ പോലും സുരേഷ് രാവിലെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഇറങ്ങുകയാണ്, മുറ്റത്ത് കുറേ വണ്ടികൾ കിടക്കും. ഏതായിരിക്കും സുരേഷ് രാവിലെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലേക്ക് പെട്ടെന്ന് ഇതെടുക്കാം എന്ന് തോന്നുന്നത് ഏതാ? എനിക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. നമുക്കിപ്പം എടുക്കും പവർ വേണമെങ്കിൽ പവർ ആയിട്ട് എടുക്കുന്ന വണ്ടികളും എല്ലാം ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. രാവിലെ എങ്ങോട്ട് പോകുന്നതിനുള്ള ആശ്രയിച്ചിരിക്കും. അത് ആശ്രയിച്ചിരിക്കും. നമ്മൾ രാവിലെ ഒരു വർക്കൗട്ട് പോകണമെങ്കിൽ നമ്മളൊരു സ്പോർട്സ് കാർ എടുക്കും. നമ്മൾ നല്ലൊരു ഫംഗ്ഷൻ വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വെറൈറ്റി ബെൻസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾ നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഈയിടെ ഞാൻ സുരേഷിനെ കാണുമ്പോഴത്തേക്കും സുരേഷ് പക്ഷേ
സൈബസ്റ്റർ ഞാൻ അന്ന് വിടും സൈബസ്റ്ററിൽ ഒരു ഡ്രൈവറൊക്കെ വെച്ച് ഓടിച്ചു പോകുന്നു. എന്താണ് സൈബസ്റ്ററോട് താല്പര്യമുണ്ട്? സൈബസ്റ്റർ ബ്യൂട്ടിഫുൾ വെഹിക്കിളാണ്. നമുക്ക് അത് ഫീൽ ചെയ്യുന്നവർക്ക് അത് ഡ്രൈവ് ചെയ്ത് എന്നാലേ നമുക്ക് അത് ഫീൽ കിട്ടുള്ളൂ. ദാറ്റ്സ് വെരി വെരി ബ്യൂട്ടിഫുൾ ആണല്ലേ? പക്ഷേ നിങ്ങളൊരു പെട്രോൾ ഹെഡാണ്. കാരണം വെച്ചാൽ എല്ലാ വാഹനങ്ങളും പെട്രോൾ ആണ് അധികമൊക്കെ. എങ്കിൽ പോലും ഒരു ഇലക്ട്രിക് സ്പോർട്സ് കാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പുതിയ കോൺസെപ്റ്റാണ്. അതപ്പോൾ കുഴപ്പമില്ലെന്നാണോ ഇത്രയൊക്കെ ഓടിക്കുന്ന ആളുടെ അഭിപ്രായം? ഞാൻ 100% ആണല്ലേ. നല്ലൊരു ഫീലാണ് വണ്ടി. പിന്നെ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും എപ്പോഴും എടുത്തു കഴിഞ്ഞാലും ഒരു ലാഗ് ഇല്ല. ബാറ്ററി ആണല്ലോ, പിന്നെ നല്ല പവറുണ്ട്, പിന്നെ ഓൾ വീൽ ഡ്രൈവ് ആണ്. നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നല്ലൊരു ഡിഫറെന്റ് ഫീൽ അത്. പിന്നെ മറ്റേ ഗൾവിംഗ് ഒക്കെ തുറന്നിറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ നോക്കും അല്ലേ എന്താന്നുള്ളത്. പക്ഷെ ഇതിന്റെ വില പോലും ഇല്ല. ഇല്ല 80 ഉണ്ട്. അതിന് 80 വരും. സോറി, ഇതിന് 68 ആണ്. എങ്കിൽ പോലും എക്സ്പെൻസ് ഇല്ലല്ലോ, എഞ്ചിനും ഇല്ല, എക്സ്പെൻസ് ഇല്ല. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും നമ്മൾ അങ്ങനത്തെ ഡോറൊക്കെ ഉള്ള ഒരു വണ്ടി ഇത് ഇത്രയും കാലം വാങ്ങിക്കണമെങ്കിൽ 2-3 കോടി രൂപയ്ക്ക് എത്തിയാണ്. അതിൻ്റെ നിന്ന് ആണ് 80ലേക്ക്. അതൊക്കെയാണ് MG ഉള്ള കമ്പനികളുടെ ഒരു പ്രാധാന്യം. ഇപ്പൊ ഇതിന് വന്ന മാറ്റം ഞാൻ സ്റ്റീവിനോട് ചോദിച്ചോളാം. ഇതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ കാര്യമായിട്ട്? ഇതില് കാർബൺ ഫൈബർ ആക്കിയിട്ടുണ്ട്. ഇന്റീരിയർ സ്റ്റിയറിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും. പിന്നെ എൻ്റെ എക്സോസ്റ്റ് ടിപ്പ് അതിൻ്റെ മാറ്റിയിട്ടുണ്ട്. അലോയി മാറ്റിയിട്ടുണ്ട്. എൻ്റെ ടയറും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശ്യാമ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന 18 അലോയ് വീല് മാറ്റിയിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് ടിപ്പ്, ബാക്കിലത്തെ ഫെൻഡർ ഉണ്ടല്ലോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ഇൻസൈഡുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻസ് മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ വീട്ടിൽ ഈ വണ്ടികൾ ആരുടെയാണെന്നൊരു തർക്കമുണ്ട്. അതുകൊണ്ട് സ്റ്റീവ് മറ്റാരും എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് സ്റ്റീവ് മാത്യു എന്നുള്ള ബാഡ്ജിങ് അതിലും ഇതിലൊക്കെ വെച്ചിട്ടുണ്ട്. ആരുടെ വണ്ടി എന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് എൻ്റെ ഇന്ത്യയോടെ കാണാം. ശ്യാമേ, ഇന്റീരിയറാണ് കാർബൺ ഫൈബറിൻ്റെ ഒരു ഇൻറ്റീരിയർ ആക്കി മാറ്റിയിരിക്കും. ഇതിലേതായാലും ആ ഗോൾഫ് GTയുടെ അത്രയൊന്നും പണി എടുത്തിട്ടില്ല. കാരണം ഇത് കുറച്ചുകൂടെ മിനിമലിസ്റ്റിക് ആണ്. എങ്കിലും ഈ സ്റ്റിയറിംഗ് വീല് തകർപ്പനാണ്, നല്ല രസമായിരുന്നു. കാർബൺ ഫൈബർ ഫിനിഷും ഒക്കെ എല്ലാം വെച്ചിട്ട് വളരെ സ്പോർട്ടിയുള്ള സ്റ്റിയറിംഗ് വീൽ. അതാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാവുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഗോൾഫ് വന്നപ്പോഴത്തേക്കും കുറേ കൂടി സാധനങ്ങൾ അത് ജർമ്മനിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അത് സ്റ്റീവിനോട് അതിനെപ്പറ്റി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാലും ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതാണ്, 2 ഡോറാണ്. അതുകൊണ്ട് നമ്മൾ ബാക്കിലേക്ക് കയറണമെങ്കിൽ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് വേണം കയറാൻ. പക്ഷേ ഗോൾഫിലേക്ക് വന്നപ്പോഴേക്കും അതില്ല, 5 ഡോറാണ്. പക്ക ഒരു 5 ഡോർ വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്നാൽ സ്റ്റീവിനോട് സംസാരിക്കാം. അപ്പോൾ ഗോൾഫ് GTയിൽ കാര്യമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇതുപോലെ മാറ്റങ്ങൾ വരുത്തിയൊരു ഗോൾഫ് GT ഉണ്ടാവില്ല. മാറ്റങ്ങൾ വെച്ചാൽ വളരെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ നിങ്ങൾ ഭയങ്കര മാറ്റങ്ങൾ തോന്നില്ലെങ്കിലും കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തത് നമ്മളിതിൽ? എക്സ്റ്റീരിയർ എന്തൊക്കെയാണ് ചെയ്തത്? പ്രധാനമായിട്ടും എക്സ്റ്റീരിയർ നമുക്കിപ്പോൾ കാണാനുള്ളത് ഈ ഗോൾഫ് ആറിൻ്റെ ബാഡ്ജ് ഇപ്പോൾ ഇവിടെ വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത് മറ്റേ ബ്ലാക്ക് എഡിഷൻ ബാഡ്ജ്. പിന്നെ നമ്മൾ ഈ വീൽസ് മാറ്റി, പിന്നെ സൈഡ് സ്കേർട്സ് വെച്ചു. ഈ വീൽസ് നമ്മൾ എവിടെ നിന്ന് സോഴ്സ് ചെയ്തപ്പോൾ? ഇത് പുറത്തുനിന്ന് തന്നെ സോഴ്സ് ചെയ്ത അതെ ഗോൾഫ് ആറിൻ്റെ വീൽസ്. പക്ഷെ 18 ഇഞ്ചിൽ കിട്ടി അവിടെ. പിന്നെ ഇവിടെ നിന്ന് ബ്രേക്ക് കാണാം. അതായത് ബിഗ് ബ്രേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലും ബിഗ് ബ്രേക്ക് വരുന്നുണ്ട്, അത് എത്തിയിട്ടില്ല. പിന്നെ ഇപ്പം ഇവിടെ 360 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 360 ക്യാമറ ഇല്ല അല്ലേ? ഇല്ല, സ്റ്റോക്കിലില്ല. നമ്മളത് റെട്രോഫിറ്റ് ചെയ്തു. ഈ കാണുന്ന ബ്ലാക്ക് ക്ലാഡിങ് ഉള്ളതായിരുന്നോ? ഇത് സ്കേർട്ട് വെച്ചത്. ഇത് വേറെ വെച്ചത്. ഇത് ജർമ്മന 0 ഡിസൈൻസിന്റെ വരണത്. പിന്നെ നമ്മള് ചെറിയ ലൈറ്റ് ട്വീക്സ് പറഞ്ഞാൽ ഇപ്പം മിററിന്റെ ലൈറ്റ് നോക്കിയാൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ സീക്വൻഷ്യൽ ലൈറ്റ്സ് ആണ്. അങ്ങനത്തെ ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വരുമ്പോൾ ഡിഫ്യൂസറും ഗോൾഫ് ആറിന്റെ ടിപ്സ് വെച്ചു. അപ്പോൾ നമുക്ക് 4 ടിപ്പ് വർക്കിംഗ്.
പിന്നെ എക്സ്റ്റീരിയർ വേറെ ഒത്തിരി ചെയ്തില്ല, നമ്മൾ പെയിന്റ് അങ്ങ് മാറ്റി പെയിന്റ് നല്ല ഗംഭീര കളറായിട്ടുണ്ട്. സിൽവർ വീൽസ് വെച്ചു. ഇതിപ്പോ എല്ലാം എവിടെ നമ്മൾ ഇതൊക്കെ ചെയ്തത്? ഇപ്പൊ പെയിന്റിങ് ചെയ്തത് ഗ്രിഡ് 7-ല. ഗ്രിഡ് 7. പിന്നെ ബാക്കി വർക്ക്സ് എല്ലാം TTS ഓട്ടോ വർക്ക്സ് അങ്കമാലിയിൽ. നന്നായിട്ടുണ്ട്, നല്ല തകർപ്പനായിട്ടുണ്ട്. ഇവിടെ ശ്രീമാത്തി എന്നുള്ള പേരും വെച്ചിട്ടുണ്ട്. അതെ, നമ്മള് മറ്റേ M2-ല് വെച്ചത്. അതുകൊള്ളാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയർ ചെയ്തത്. പക്ഷേ എക്സ്റ്റീരിയറിലെ ആ മാറ്റങ്ങൾ ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു യെല്ലോയിഷ് ഈ കാലിപ്പർ നല്ല രസമായിട്ടുണ്ട്. അതെ, ഇപ്പൊ കളറ് ഗ്രീൻ ആയി പോകുന്നുണ്ട്. പിന്നെ കാലിപ്പറും യെല്ലോ വെച്ചു. യെല്ലോ ആയിട്ടുണ്ട്. ലൈറ്റിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ലൈറ്റ് സെൻസിറ്റീവ് ആയിക്കൊണ്ട്. ഇപ്പൊ നമ്മൾ ഈ സ്കേർട്ടിങ് വെച്ചപ്പോഴത്തേക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രശ്നം തോന്നുന്നുണ്ടോ? തട്ടുന്ന ഇല്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച 5 പേരായിട്ട് കാലിക്കട്ടൊക്കെ പോയി നല്ല സ്പീഡിലേക്ക് പോയിട്ട് വന്നു. ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഈ വെളിയിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ, ഇപ്പോൾ സ്റ്റീവ് ജർമ്മനി തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയായിരുന്നു. അതെങ്ങനെയായിരുന്നു ഇത്? കൂടുതലും മേടിച്ച് കൊടുത്തയച്ചു. ഇപ്പോൾ സ്കേർട്ടൊക്കെ കൊണ്ടുവരാൻ പാടാം, കാരണം 2 മീറ്റേഴ്സ് ഒക്കെ വരുമല്ലോ. അപ്പോൾ 2 മീറ്റേഴ്സ് അല്ല, പക്ഷെ ലെങ്ത് കൂടുതലുകൊണ്ട് പാടായിരിക്കും കൊണ്ടുവരാനായിട്ട്. പിന്നെ വീൽസ് മറ്റേ നമ്മുടെ ഗാലക്സി കൊച്ചിനിൽ അവരാണ് വരുത്തിച്ച് പുറത്തുനിന്ന്. അപ്പോൾ എല്ലാം എളുപ്പമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയുണ്ട്? ഇതിൻ്റെയൊക്കെ പാർട്സിൻ്റെയൊക്കെ വില എങ്ങനെയുണ്ട് വെളിയിലൊക്കെ? വെളിയിൽ കമ്പാരിറ്റീവ്ലി ഇവിടുത്തായിട്ട് നല്ല ലോവറാണ്. ഇപ്പം ബ്രേക്സ് ഇപ്പോൾ 1 lakh ഡിഫറൻസ് ഒക്കെ വരും. ആണല്ലേ? ഇപ്പോൾ ഇതിപ്പോൾ 2 point something ആയാലും നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്നത് 3+ വരും. ഇപ്പോൾ ബാക്കും മേടിക്കും. നമ്മളിപ്പോൾ ബണ്ടിൽ ഓഫേഴ്സ് ഒക്കെ വരുമല്ലോ, അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ മേടിക്കാറ്. പിന്നെ ഇവിടെ സോഫ്റ്റ് ക്ലോസ് ഡോർസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്താലും മതി. മറ്റേ കുറച്ച് കൺവീനിയൻസിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. അത് അടിപൊളിയുണ്ട്. ശരി, വളരെ എളുപ്പമുണ്ട് സംഭവം. ഇപ്പോൾ ഇൻറ്റീരിയർ ഏതായാലും അല്ലെങ്കിൽ തന്നെ വളരെ ഗംഭീരമായ ഇൻറ്റീരിയർ ആണ്. ഇത് കുറേ കൂടെ സ്പോർട്ടി ആയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്? ഇപ്പം മെയിൻലി ഇത് വീൽസ് സ്റ്റീരിംഗ് വീൽ മാറ്റി. അത് നമ്മൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന? ഇത് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന, ഇത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന. സാറിന് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇത് റെപ്ലിക്ക, പക്ഷെ ഇത് ഇപ്പോൾ വർക്കാവും. അതിലേക്ക് മാറ്റി, പക്ഷെ ഇവിടെ വർക്കാവും. അപ്പം ആൾക്കാർ കൺഫ്യൂഷൻ വേണ്ട. പിന്നെ ഇതുപോലെ തന്നെ ഈ ഡ്രൈവ് സെലക്ടും ഇവിടെ വന്നു. നേരത്തെ അത് എവിടെയായിരുന്നു ഡ്രൈവ് സെലക്ട്? ഞാനത് വിട്ടുപോയി. അത് മോഡ് ഇവിടെയായിരുന്നു. ഇവിടെ കംഫർട്ട് സ്പോട്ട് ഇൻഡിവിജ്വൽ. അപ്പൊ ഇത് റെപ്ലിക്ക അല്ല, നമ്മൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലാക്കി. അപ്പം ഇനി അടുത്ത് വയ്ക്കുമ്പോൾ നോക്കി എനിക്ക് ഈ സ്വിച്ച് ഇഷ്ടമല്ല. അപ്പൊ ഈ സ്വിച്ച് ഇത് ഡയറക്റ്റ് റീപ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ GT-യുടെ തന്നെ ഇത് വാങ്ങിച്ച് കൈ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമല്ലേ? ഇത് ഡയറക്റ്റ് റീപ്ലേസ്മെന്റ്. ഇതൊന്ന് മാറ്റിയിട്ട് ഇത് ഈ മോഡ്യൂൾ മാറ്റി മോഡ്യൂൾ തിരിച്ചേക്കുക. അപ്പൊ അതിനുള്ള കറക്റ്റ് സ്പേസ് ആണ് ഇത്. ശരി ശരി. ഇതും അവിടുന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇത് UK കിട്ടി. ഇതൊക്കെ കാര്യമായിട്ട് നടന്നല്ലോ ഇതിനു വേണ്ടി. പിന്നെ വേറെന്താണ്? പിന്നെ ഇവിടെ ഉണ്ടോ സ്റ്റീവ് മാത്യു ബാഡ്ജിങ് ഉണ്ട്? അത് എക്സ്ട്രാ ഒന്ന് കയറ്റി വെച്ച. എന്റെ സ്വന്തം വണ്ടിയാന്ന് എനിക്ക് തോന്നണല്ലോ എന്നല്ലേ? അത് കളയണം വിചാരിച്ചു. ഇല്ല, രസമുണ്ട്, നമുക്ക് രസമുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു വണ്ടിയുടെ പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോ കറക്റ്റാ. പിന്നെ മറ്റേ ട്രങ്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യിക്കുക വരും. ശരി, അപ്പോൾ ഓപ്പൺ ആയി. അപ്പം അങ്ങനത്തെ കൺവീനിയൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലോസ് ആവുമോ? ക്ലോസിനോടെ അവിടെ. ഓക്കെ. പിന്നെന്താണ് ഇത്? പിന്നെ എന്താ ചെയ്തിട്ടുള്ളത്? ഇന്റീരിയറിൽ ഇത്രയാണ് പ്രധാനമായിട്ടും ചെയ്തത് അല്ലേ? പിന്നെ പെർഫോമൻസ് JB4 ചിപ്പ് വെച്ച്. എത്ര BSP കൂടി? അത് നമുക്ക് 5 മാപ്പ് ഉണ്ട് അതിൽ. അപ്പോൾ 5ാമത്തെ മാപ്പിൽ നമ്മൾ മറ്റേ ഒക്ടേൻ ഫ്യൂൽ ഒഴിച്ചിട്ട് മറ്റേ എന്താ പറയാ ഒരു ഇതുണ്ട്, കോൺസെൻട്രേറ്റഡ് ഫ്യൂൽ. അത് വെച്ചാൽ നമുക്കൊരു 85 ഹോഴ്സ് പവർ കൂടുതൽ കിട്ടും. അത് ദാറ്റ് ഇസ് ലൈക്ക് സ്റ്റേജ് 2+ പോലെ. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഈ റോഡ് കണ്ടീഷൻസ് നമ്മൾ സ്റ്റേജ് 1. അപ്പോൾ ദാറ്റ്സ് ലൈക്ക് ഒരു 40 ഹോഴ്സ് പവർ. ആ 40-ൽ നമ്മൾ വേറെ സസ്പെൻഷൻ സെറ്റിംഗ്സ് ഒന്നും മാറ്റേണ്ട കാര്യമില്ല. ഇല്ല, ഒന്നും ചെയ്യണ്ട. ഇപ്പൊ ഞാൻ കാറ്റ് ബാക്ക് ആമിട്രിക്സിന് എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്. ഡൗൺ പൈപ്പ് വെക്കാൻ പറ്റില്ല, സ്റ്റേജ് 2 അല്ല. അപ്പം അത് വയ്ക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ECUം TCUം ലോക്ക്ഡാ. കുറെ നാളായി ആൾക്കാര് നോക്കാൻ തുടങ്ങിയിട്ട് ട്യൂൺ ചെയ്യാനായിട്ട്, പക്ഷെ പറ്റുന്നില്ല. ശരി, കാരണം എല്ലാരും എടുത്ത് ചെയ്യുമെന്നവർക്ക് അറിയാം ട്യൂൺ ചെയ്യുന്ന. അതെ, പക്ഷെ ഇവര് ഭയങ്കര സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. ഇപ്പൊ ഈ 360 ക്യാമറ വെക്കാനായിട്ടാണ് കുറെ കഷ്ടപ്പെട്ടു. ശരി. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എത്ര BSP ആയിരുന്നു? 265. അല്ലെങ്കിൽ തന്നെ 265 BSP ഉണ്ട്. ഇത്
അതിന്റെ കൂടെ 40 കൂടി 40 കൂടി അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഫോണിൽ തന്നെ ആപ്പ് ഉണ്ട്, അതില് മാപ്പ് 1 2 3 4 5 പിന്നെ കസ്റ്റം ചെയ്യാം. നമ്മൾ ഒത്തിരി പണിയാൻ നിന്നില്ല, സിമ്പിൾ ആയിട്ട്. ബേസിക്കലി എനിക്ക് ആ എക്കണോമിയിലേ ഓടിക്കുള്ളൂ. അപ്പൊ ആ പെട്ടെന്ന് ഓടിക്കണമെങ്കിൽ ലാഗ് പോവാനായിട്ട് യൂസ് ചെയ്ത്. അപ്പൊ അത് നമുക്ക് ഫോണിലല്ലാതെ ഇതില് എങ്ങനെയാ ചെയ്യുന്നത്? പെട്ടെന്ന് ഈ ഒരു BSP കൂട്ടാൻ വേണ്ടി ഇല്ല, BSP അത് ഓണാക്കിട്ടിരിക്കുക. എന്നിട്ട് നമ്മള് എക്കണോമിയിൽ തന്നെ ഓടിക്കുക. അപ്പോൾ സ്ലോ സ്പീഡ് ആയിരിക്കും, പക്ഷെ പെട്ടെന്നൊന്ന് ആന്റി ലാഗ് പോലെ പറയില്ലേ, ലാഗ് വരാണ്ട് ഒന്ന് കയറി പോകാനായിട്ട്. അല്ലെങ്കിൽ കുറച്ച് ലാഗ് വരാറുണ്ട്. ഇതിന് പോലും ലാഗ് തോന്നുന്നു കേട്ടോ, ഇതൊക്കെ ചെറുപ്പക്കാരുടെ കാര്യം. 265 BSP ലാഗ് എന്താ സംഭവിച്ചാലും ജർമ്മനി പഠിച്ചിട്ടൊന്ന് ഓട്ടോബാനിലൊക്കെ ഓടിച്ചിട്ട് വന്നു, അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ ലാഗ് തോന്നുന്നത്. എന്തായാലും ഗംഭീരമായിട്ടുണ്ടോ, വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് തോന്നുമെങ്കിലും എല്ലാം നല്ല വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അതെ, ഇപ്പൊ സ്റ്റേജ് 3 ഓഡിയോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഈ ടോണിന്റെ. അത് ശരി, അതും ചെയ്തു. അത് ഫുൾ ജർമ്മനിയാണ്. അപ്പൊ അത് ഗാലക്സിയിൽ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ ഫുൾ നമ്മൾ എക്സ്ട്രാ സാധനങ്ങളൊന്നും വയറിംഗ് ഇല്ല, എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ. M2 ചെയ്ത പോലെ പ്ലഗ് ആൻഡ് പ്ലേ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഡിവൈസ് ഒക്കെ യൂസ് ചെയ്ത് അതിന് മാത്രമായിട്ട് പാട്ട് പ്ലേ ചെയ്യാൻ എനിക്കൊരു മടിയുണ്ട്. ശരി ശരി. അപ്പൊ എന്തായാലും ഗംഭീരായി. അപ്പം ഈ നമ്മുടെ ഗോൾഫും പോളോ GT രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വളരെ പെട്ടെന്ന് പറയാവുന്ന ഒരു വ്യത്യാസം? എനിക്ക് ഇപ്പോഴും അത് കംഫർട്ടബിൾ ഓടിക്കാം, കാരണം അത് ചെറിയ വണ്ടി. ഇപ്പം ഞാനും അപ്പനെ ഇപ്പൊ ഇങ്ങോട്ട് ഓടിച്ചതാണ്. ഞാൻ ആദ്യം എത്തിയ എന്നിട്ട് കാരണം അത് ഇങ്ങനെ ചെറുതായിക്കൊണ്ട് പെട്ടെന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എടുത്തിട്ടുണ്ടോ. ഇത് പിന്നെയും ലെങ്ത് കൂടി, പിന്നെ ആൾക്കാര് ചിലപ്പോ ഗോൾഫ് ആക്കുന്ന ആൾക്കാർ നോക്കും, അപ്പൊ അടുത്ത് വരും. ഇതാകുമ്പോ പിന്നെ അങ്ങനെ അത്ര നോക്കുന്നുമില്ല, അതെ ബോളായിട്ട് വിടും, അപ്പൊ വലിയ പ്രശ്നമില്ല. എന്തായാലും തകർപ്പൻ 2 മെഷീൻസ് ആണ് കയ്യിലുള്ളത്. ഇവരുടെ വീട്ടിൽ അത് മാത്രമല്ല, ഇനി അതൊക്കെ M2 വിറ്റോ? ഇല്ലല്ലോ. ഇല്ല, അത് പിന്നെയും BBK ഒക്കെ വെച്ചു. AP റേസിംഗിന്റെ ഒക്കെ 6 piston 4 piston ഒക്കെ വെച്ച് ഇനി ട്രാക്ക് സ്പെക്ക് ആക്കി. മസ്താങ് ഉണ്ട്, TT ഉണ്ട്. ഇപ്പൊ MGയുടെ കംപ്ലീറ്റ് ലോഗോ എടുത്ത് കളഞ്ഞു. ഏതോ ലോകത്തുനിന്ന് വന്നൊരു വണ്ടിയായിട്ട് തോന്നുന്നു. അതെ. പിന്നെ ഇപ്പൊ M3 ഉണ്ട്. പിന്നെ ഈ SUV ചെറിയ വണ്ടി മതി, കുഴപ്പമില്ല, നല്ല ഗാരേജാണ്. ഓക്കെ. അങ്ങനെ 1986 മാർക്ക് 2 ഗോൾഫ് GTI ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായാധിക്യത്തിന്റെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അല്ലേ? ഇത്തിരി ഹെവിയാണ്, സ്റ്റിയറിംഗ് ഇത്തിരി ഹെവി, ഗിയർ സ്വിച്ച് പക്ഷേ കുഴപ്പമില്ല, സ്മൂത്ത് ആണ്. പിന്നെ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അങ്ങനെ എപ്പോഴും ഓടിക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ലണ്ടനിലേക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു. നമ്മുടെ കയ്യിലുള്ളത് ഫോർഡ് എൻഡവർ ഇവിടുത്തെ, അത് നമ്മുടെ റൈറ്റ് സൈഡ് അവൻ ലെഫ്റ്റിൽ കൂടെ ഓടിക്കുന്ന വണ്ടി. പക്ഷെ നമ്മൾ ഇവിടുന്ന് 27 രാജ്യങ്ങൾ ക്രോസ് ചെയ്തെങ്കിലും അതിൽ നമ്മള് നേപ്പാൾ വരെ ഇന്ത്യൻ സ്റ്റൈല്, നേപ്പാളിൽ നിന്നൊരു ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ഉണ്ട് ചൈനയിലേക്ക്, അത് കയറുമ്പോ ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ആവും. നമുക്ക് ആകെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ 1-2 ദിവസം, പിന്നെ ഓക്കെ ആയി. അപ്പൊ ഇതിന്റെ കാര്യത്തില് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ആക്സിഡന്റ് കൊടുത്താൽ അല്ലെങ്കിൽ നിന്ന് പോകും അല്ലേ സാധനം. ഒന്ന് ട്യൂൺ ചെയ്യാനുണ്ട് അല്ലേ? 3 വർഷം 3 വർഷത്തെ വഴക്കമുണ്ടല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് 16 seconds ആണ് ഇതിന് 100 km സ്പീഡ് എടുക്കാൻ വേണ്ടി വരുന്നത്. അതിൽ നിന്ന് വന്നൊരു
ഒരു എവല്യൂഷൻ നോക്കി. അടുത്ത പോളോ GTI വന്നപ്പോഴേക്കും അത് 7.2 seconds ആയി. ഇപ്പം വീണ്ടും ഗോൾഫ് GTI ഏറ്റവും ലേറ്റസ്റ്റ് വന്നപ്പോൾ 5.2 seconds ആയി. അതാണ് മനസ്സിലാക്കേണ്ടത്. വേറൊരു കാര്യം ഉള്ളത്, ഇതും ഇപ്പം അതിനുശേഷം വന്ന പോളോ GTI, നമ്മൾ കണ്ട പോളോ GTI എല്ലാം 1.8 ആണ്. 1.8 TSI എഞ്ചിനാണ്. മറ്റേ 2 ലിറ്റർ ആയി. എങ്കിലും 1.8 തന്നെ എത്രത്തോളം മാറ്റമാണ് അവർ ആ പെർഫോമൻസിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കുക. പക്ഷെ അതെ, ഒന്ന് ഓടി തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ സ്റ്റിയറിംഗ് ഒക്കെ ലൈറ്റായി. ശരിക്കും വോക്സ്വാഗണിന്റെ മോഡലുകൾ എന്ന് പറയുന്നത് ഹെവിനെസ് എന്ന് പറയുന്നത്, എത്ര ചെറിയ വണ്ടിയിൽ ആ ഒരു ഹെവിനെസ് ഉണ്ട്. ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ബ്രേക്കിംഗ് കുഴപ്പമില്ല. പക്ഷെ ഇതിന് ഇനി കുറച്ചുകൂടെ പണിയാനുണ്ടല്ലേ? ഇത് പണിയാനുണ്ട്, ഒരുപാട് പണിയാനുണ്ട്. ഞങ്ങൾ വണ്ടി കിട്ടിയ സമയത്തുള്ളത് വെച്ച് നോക്കുമ്പോ ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ ബോൾട്ട് ജോയിന്റുകൾ എല്ലാം പോയി കിടക്കാറുണ്ട്. ഓരോന്ന് ഇപ്പൊ നമ്മൾ ഓരോന്ന് കംപ്ലൈന്റ് കണ്ടുപിടിക്കും, അത് അറേഞ്ച് ചെയ്യുന്നു, അടുത്ത ആരെങ്കിലും വരുന്നു കൊടുത്തു കൊടുക്കുന്നു, പിന്നെ അതിന്റെ പുറകെ നടക്കണം. ഇങ്ങനെ ഇച്ചിരി തിരക്കും അങ്ങനെയൊക്കെ വരുമ്പോ എനിക്ക് സുരേഷിന്റെ കാര്യത്തില്, സുരേഷിന്റെ മോൻ അവൻ ജർമ്മനിയില് പഠിക്കാൻ കൂടി ചെയ്തപ്പോ അവർക്ക് കുറച്ച് എളുപ്പം സ്പോർട്സ് ചെയ്യാൻ പറ്റി അല്ലേ? അതെ. ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് അല്ലേ? ഇൻഡിക്കേറ്റർ ലെഫ്റ്റ്. ഓക്കെ. ഈ ഒരു മോഡൽ വെച്ചിട്ടാണ് ബാക്കി കുറെ വണ്ടികൾ കോപ്പി അടിച്ചത്. അതെ, ശരിയാണ്. ഈവൻ നമുക്ക് ഈ പറഞ്ഞ പോലെ മാരുതി 800ന്റെ പഴയ മോഡൽ നോക്കിയാൽ പോലും ഇതുമായിട്ടൊരു ചെറിയ സാമ്യം ഉണ്ട്. അതിന് ഒരു ഭയങ്കര റെവല്യൂഷൻ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ അതെ അതെ. എന്തായാലും നല്ലൊരു കളക്ടേഴ്സ് ഐറ്റം തന്നെ കേട്ടോ. ആക്ച്വലി GTI എഞ്ചിനില് ലെഫ്റ്റ് സൈഡ് വരുന്ന വേറെ വണ്ടി ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ഓ, അങ്ങനെയാണല്ലേ? അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, നമുക്കൊന്ന് അറിയാനും കൂടി വേണ്ടിയാണ്. ഇതിപ്പം ഇത് കണ്ടുപിടിക്കാൻ എളുപ്പം ആയിരുന്നു? ഇത് എവിടെയുള്ളത്? ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു വണ്ടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഏത് വണ്ടി എന്നുള്ളത് നമുക്ക് ഒരുപാട് വിന്റേജിലേക്ക് പോയാലും ഭയങ്കര താല്പര്യമില്ലാതെ. എന്തായാലും നല്ലൊരു രസമുള്ള ഡ്രൈവിംഗ് അനുഭവമാണ്. പക്ഷെ ഈ പറഞ്ഞ കുറച്ചുകൂടെ പണിയൊക്കെ ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ ഏറ്റവും പുതിയ ഗോൾഫ് GTI വന്നപ്പോൾ വാങ്ങിക്കണം എന്നൊന്നും തോന്നിയില്ലേ? ഇല്ല അതിന്റെ വില കേട്ടപ്പോ നമുക്കത് ആക്ച്വലി ഓവർ പ്രൈസ്, പുറത്ത് അത്രയും വില ഇല്ല എന്നുള്ളതാണ് മനസ്സിലായത്. അത്രയും വില ടാക്സ് ആണ്. ഇന്ത്യയിലെ ഒരു ടാക്സ് സ്ട്രക്ചർ വെച്ചിട്ടുള്ള സംഭവമാണത്. പക്ഷെ അതൊന്നും പൈസക്കാർക്ക് വിഷയമല്ല എന്നുള്ള മനസ്സിലായില്ലേ? അത് തന്നെ വാങ്ങിക്കാൻ ഇവിടെ കിടന്ന് എല്ലാരും കൂടെ സസ്പെൻഷൻ അടിപൊളി കേട്ടോ അല്ലേ? നിങ്ങൾ നന്നായിട്ട് പണിതു സസ്പെൻഷൻ. അത്രയും മോശം വഴി കൂടെ വന്നിട്ടും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്തായാലും ഈ പറഞ്ഞ സ്പേസ് ആയാലും എൻജിൻ ആയാലും എല്ലാ തരത്തിലും പെർഫെക്റ്റ് ആയിരുന്നൊരു സംഭവമാണ് ഈ Mark II എന്ന് പറയുന്നത്. പെർഫോമൻസ് ഓറിയന്റഡ് വിന്റേജ് വണ്ടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത. അതെ, ഇപ്പോഴും സ്പീഡ് കൊടുത്ത നല്ല എഞ്ചിൻ ഒന്നുകൂടെ ട്യൂൺ ചെയ്യാനുണ്ട്. പിന്നെ വേറെ പറയാനുള്ള കാര്യം കാർബറേറ്റർ ആണല്ലോ. കാർബറേറ്റർ ആണ്. അതാണ് എല്ലാവർക്കും പണിയാനും ഭയങ്കര വള്ളിയാണ്. ആ മിസ്സിങ് നമുക്ക് ഒന്നും മാറ്റണം എന്ന് വെച്ചാലും കാർബറേറ്റർ പണിയുന്ന നല്ല പണിക്കാരില്ലെങ്കിൽ നമുക്ക് ചിലപ്പോ അത്. എവിടെയാ ചെയ്യിക്കുന്നത് ഇപ്പൊ പണിയൊക്കെ? നമ്മള് ഇവിടെ ഒരു അവിടെ അടുത്ത് തന്നെ ഒരു മെയിൻ ആയിട്ട് ബ്രേക്ക് പാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയത്. പിന്നെ ഈ കാർബറേറ്റർ ആരും പണിയാത്തോണ്ട് നമ്മൾ തന്നെ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് പണിയുന്ന. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ തിരക്കില്ലാത്ത റോഡായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ഓടിക്കുമ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ടൊക്കെ, ഞാനിപ്പോ എപ്പോഴും ഓടിക്കാത്തതുകൊണ്ട് ഇപ്പം ഇതിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവില്ല, എനിക്കൊക്കെ ചെറിയ പ്രശ്നം വരും. ഇവിടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും സർക്കാർ നമുക്ക് വേണ്ടി ഇങ്ങനെ റോഡ് പണിതിരിക്കുന്നത് കൊണ്ടും കേരളത്തിലെ കാര്യമായതുകൊണ്ട് ഉടനെ ഒന്നും ഇത് തീരില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ കുറെ കാലം കൂടെ ഇവിടെയൊക്കെ തന്നെ ഓടിക്കും. ശരിക്കും എല്ലാ പഞ്ചായത്തിലും ഇത് ഓരോരുത്തർ. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഡ്രൈവ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇനി കാണണമെന്നുണ്ടെങ്കിൽ റോഡ് ഷോയിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് വന്നാലും അവിടെ കിടക്കുന്ന കാണാം. ഉള്ളിൽ തന്നെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ കോമറ്റ് പൊക്കോട്ടെ. ഓക്കെ. 1974 ഫോക്സ്വാഗൺ ഗോൾഫ് ആദ്യമായിട്ട് വിപണിയിലെത്തിയത്. പല രാജ്യങ്ങളിലും പല പേരുകളാണ് ഇതിന് വന്നത്. ഫോക്സ്വാഗൺ റാബിറ്റ് എന്നായിരുന്നു US പേരെങ്കിൽ, മെക്സിക്കോയിൽ അതിൻ്റെ പേര് ഫോക്സ്വാഗൺ കരീബി എന്നായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പേരുകൾ വന്നു, പലതരത്തിലുള്ള ബോഡി സ്റ്റൈലുകൾ വന്നു, പല എൻജിനുകൾ വന്നു. അങ്ങനെ പല തരത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ചരിത്രം പോകുന്നത്. എന്തായാലും ലോകത്തിലെ 3ാമത്തെ ബെസ്റ്റ് സെല്ലിംഗ് മോഡലായിട്ട് പല കാലഘട്ടങ്ങളിൽ ഇത് വന്നിരുന്നു.
2025 ആകുമ്പോഴേക്കും 50 ലക്ഷത്തിലധികം ഗോൾഫുകളാണ് ലോകവ്യാപകമായിട്ട് നോക്കിയാൽ വിറ്റഴിഞ്ഞത്. എന്തായാലും എല്ലാ കാലത്തും എഞ്ചിൻ്റെ കാര്യത്തിലും വളരെ മുന്നിലായിരുന്നു ഫോക്സ് വാഗൺ ഗോൾഫ് എങ്കിൽ പോലും അതിന് MK1 മാർക്ക് 1 എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം മാർക്ക് 2 വന്നപ്പോഴാണ് കൂടുതൽ പവർഫുള്ളായുള്ള ഒരു എഞ്ചിൻ ഇതിന് വേണം എന്ന് കമ്പനി ആഗ്രഹിക്കുകയും അങ്ങനെ GTI എന്ന് പറയുന്നൊരു മോഡലിലേക്ക് എത്തുകയും ചെയ്തത്. 1983 യൂറോപ്പിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ഓട്ടോ ഷോയിലാണ് മാർക്ക് 2 എന്ന് പറയുന്ന സെക്കൻഡ് ജനറേഷൻ ആദ്യമായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ടത്. 1984 മാർച്ചിൽ ഇത് വിപണിയിലെത്തുകയും ചെയ്തു. ടർബോ ഡീസൽ എഞ്ചിൻ ഉൾപ്പെടെയുള്ള എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ അതിൽ വന്നിരുന്നു. കൂടാതെ G60 എന്ന പേരിൽ ഒരു സൂപ്പർ ചാർജർ എഞ്ചിനോട് കൂടിയ ഒരു മോഡൽ കൂടി വിപണിയിലെത്തി. റാലി ഗോൾഫ് എന്നാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് റാലി GTI എന്ന പേരിൽ US വിപണിയിലെത്തുകയും ചെയ്തു. ഈ വാഹനത്തിന് 1985 കാർ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന അവാർഡും കിട്ടി. ഇനി 2 തരത്തിലുള്ള ബോഡി സ്റ്റൈലും വന്നു. ഒരു 3 ഡോറും വന്നു, ഒരു 5 ഡോർ ഹാച്ച്ബാക്കും വന്നു. ബോഷിൻ്റെ ജെട്രോണിക് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് ഇതിൽ വന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനായിരുന്നു. 1781 cc ഇൻലൈൻ 4 എഞ്ചിനാണ് ആദ്യമായിട്ട് ഈ ഒരു വാഹനത്തിൽ ഫിറ്റ് ചെയ്യപ്പെട്ടത്. 112 bhp ആയിരുന്നു. അതിനുശേഷം 1986 നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോൾഫ് GTI എന്ന് പറയുന്നത് കുറേ കൂടി പവർഫുള്ളായുള്ള എഞ്ചിനുള്ള മോഡൽ വന്നത്. ഇതും 1.8 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ 137 bhp ആണ് ഇതിൻ്റെ മാക്സിമം പവർ. അത് 6100 RPM കിട്ടുന്നത്. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് 168 ന്യൂട്ടൺ മീറ്ററാണ്. അത് 4600 RPM കിട്ടുക. പിന്നീട് നോർത്ത് അമേരിക്കൻ മാർക്കറ്റിൽ ഇത് 2 ലിറ്റർ എഞ്ചിനോടുകൂടിയാണ് വന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു 1.8 ലിറ്ററിൻ്റെ എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട എഞ്ചിനും ഏറ്റവും കൂടുതൽ ആളുകൾ സ്വന്തമാക്കിയ എഞ്ചിനും എന്നാണ് പറയേണ്ടത്. അക്കാലത്തുള്ള റിവ്യൂകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഫോക്സ് വാഗൺ എന്നുള്ള പേരിലാണ് ഈ ഒരു വാഹനം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത്ര ആരാധകർ ലോകവ്യാപകമായിട്ട് വരികയും ചെയ്തു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഗോൾഫ് GTI വന്നത്. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് EA888 എന്ന് പറയുന്ന സീരീസിൽപ്പെടുന്നതാണ്. കോഡിയാക്കിലും ടിഗുവാനിലും ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്ന എഞ്ചിൻ തന്നെയാണ്. 2 ലിറ്റർ TSI പെട്രോൾ എഞ്ചിൻ. 261 bhp ആയിട്ടപ്പോഴേക്കും പവർ കൂടി. അതുപോലെ തന്നെ 370 ന്യൂട്ടൺ മീറ്റർ ആയിട്ട് ടോർക്കും വർദ്ധിച്ചു. 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 8.5 മാർക്ക് 8.5 എന്ന് പറയുന്ന, അതായത് 8 തലമുറയ്ക്ക് അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്ന ഒരു പുതിയ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വെറും 5.9 സെക്കൻഡ് മതി. ഗോൾഫും പോളോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഫിൻ്റെ നീളം എന്ന് പറയുന്നത് 4287 മില്ലിമീറ്റർ ആണെങ്കിൽ പോളോ GTIയുടെ നീളം എന്ന് പറയുന്നത് 3976 മില്ലിമീറ്റർ ഉള്ളൂ. അപ്പം വളരെയധികം വലിപ്പം കൂടുതലാണ്, ബൂട്ട് സ്പേസ് കൂടുതലാണ്. അങ്ങനെ പല പല കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തെ പ്രത്യേകതയോട് നിലനിർത്തുന്നതെന്ന് പറയാം. എന്തായാലും ഇന്ത്യയിൽ ഇപ്പോൾ 150 യൂണിറ്റുകൾ മാത്രമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വില, അതായത് 60 ലക്ഷം രൂപയ്ക്ക് അധികം എക്സ്ഷോറൂം വിലയുള്ളൊരു വാഹനത്തെ സംബന്ധിച്ച് വീണ്ടും അതുപോലെ തന്നെ ധാരാളം പേര് കാത്തിരിക്കുന്നുണ്ട്. വീണ്ടും കുറേ കൂടി യൂണിറ്റുകൾ കൊണ്ടുവരുമെന്ന് കമ്പനി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോളോ GTI വരുന്നത്. പോളോ GTI ഇന്ത്യയിൽ ഒരു തവണ വന്നു പോയി കഴിഞ്ഞ ജനറേഷൻ. അതിനുശേഷമാണ് മാർക്ക് 5 പോളോ GTI ഇവിടെ എത്തിയത്. പോളോ GTIയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളിലൊന്നാണ് പോളോ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഹാച്ച്ബാക്ക്. പക്ഷേ GTI വന്നപ്പോൾ ആകെ വീണ്ടും എന്താ പറയുക, ഹൃദയങ്ങളിലേക്ക് ഇരച്ചേറുകയാണ് ചെയ്തത്. ഇതൊരു 2 ഡോർ വാഹനമാണ്, അല്ലെങ്കിൽ 3 ഡോർ എന്ന് പറയാം ബൂട്ടോടെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിന് പ്രാക്ടിക്കൽ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും ഉള്ളിലേക്ക് കയറുന്ന കാര്യത്തിൽ. എങ്കിൽ പോലും ഇതിൻ്റെ സ്പോർട്ടിനെസ് കാരണം ജനങ്ങൾ ഇതിലേക്ക് അങ്ങ് ഇടിച്ച് കയറുകയാണ് ചെയ്തത്. വില എന്ന് പറയുന്നത് 20 ലക്ഷത്തിന് മുകളിലേക്ക് പോയെങ്കിൽ പോലും ഇത് വാങ്ങിക്കാനും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായി കൊണ്ടുവന്ന യൂണിറ്റുകളെല്ലാം വിൽക്കുകയും ചെയ്തു. മറ്റൊരു കാര്യമുള്ളത് 192 bhp എഞ്ചിനാണ് ഇതിലുള്ളത്. 1.8 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. ഈ 192 bhpയിലേക്ക് ഇത് മാറിയെങ്കിലും പെർഫോമൻസ് അതിൽ കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതിന് കാരണം 1273 കിലോഗ്രാമായിട്ട് ഭാരം ഒന്ന് കുറച്ചു എന്നുള്ള കാര്യമാണ്. സ്കോഡ ഒക്ടേവിയ കാണുന്ന 1.8 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതിലുള്ളത്. 4 സിലിണ്ടർ എഞ്ചിനാണ്. 192 bhp, 250 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്. ഇത് രണ്ടുമാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ. അതുപോലെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് DSG ഗിയർ ബോക്സ് തന്നെയാണ് പോളോ GTIയിൽ വന്നതെങ്കിൽ പോലും അത് നമ്മൾ സാധാരണ മറ്റ് പോളോകളിൽ കാണുന്ന പോലെയല്ല. ഇതിൽ ഒട്ടും ടോർക്ക് ലോസ് വരാത്ത രീതിയിലാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പെർഫോമൻസ് ലോസ് നമ്മൾ അനുഭവിക്കുന്നില്ല. അങ്ങനെയാണ് 7.2 സെക്കൻഡ്സ് കൊണ്ട് ഈ വാഹനം 100 കിലോമീറ്റർ വേഗത എടുക്കുന്നത്. 233 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡെങ്കിലും ഇന്ത്യയിൽ അനുവദനീയമല്ലാത്തതുകൊണ്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി അങ്ങേയറ്റമാക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോണിക്സ് ഡിഫറൻഷ്യൽ ലോക്ക്, അത് സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റവുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വാഹനം മിസ്ബിഹേവ് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടാതെ ആൻറ്റി റോൾ ബാറുകളൊക്കെ ഒന്ന് സ്റ്റിഫൻ ചെയ്തു. സസ്പെൻഷൻ
കുറച്ചുകൂടി മെച്ചപ്പെടുത്തി. അതുപോലെ ഇന്ത്യക്ക് വേണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസിൽ അല്പം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അത് ഗോൾഫ് ജി ടി യിലും അതെ, പോളോ ജി ടി യിലും അതെ. അങ്ങനെ ഇന്ത്യക്ക് ചേരുന്ന രീതിയിലേക്കാണ് ഈ 2 വാഹനങ്ങളും ഇവിടെ വന്നത്. എന്തായാലും കാലാകാലങ്ങളിലുള്ള ഈ 3 വാഹനങ്ങളുടെയും മാറ്റം വളരെ രസകരമാണ്. ഏതാണ്ട് ബോഡി സ്റ്റൈൽ ഏതാണ്ട് നിലനിർത്തിക്കൊണ്ട് ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിലും എഞ്ചിൻ്റെ കാര്യത്തിലും ഒക്കെ വരുത്തിയിരിക്കുന്ന മാറ്റം, സസ്പെൻഷൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും മാറ്റം വരുത്തി വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് ഓരോ തവണയും ഇരച്ചു കയറുന്ന ഒരു സ്വഭാവ രീതിയാണ് ഈ 3 വാഹനങ്ങൾക്കും ഉള്ളത്. അപ്പോൾ എന്തായാലും ഗംഭീരമായ ഒരു കാഴ്ച വിരുന്നായിരുന്നു ഇത്തവണത്തെ എപ്പിസോഡ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന 3 വാഹനങ്ങൾ, ആ 3 വാഹനങ്ങളുടെയും 3 ജനറേഷൻ ഒരുമിച്ച് കിട്ടി എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിന് പ്രത്യേകമായിട്ട് പറയുന്നത്. എന്തായാലും പ്രധാനമായിട്ടും ഗോൾഫും അതുപോലെ തന്നെ പോളോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ഈ ഒരു വലിപ്പത്തിൻ്റെ കാര്യം തന്നെയാണ്. ജി ടി ഐ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഗോൾഫ് ജി ടി ഐയും പോളോ ജി ടി ഐയും കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും വലിപ്പം എത്രത്തോളം കൂടുതലുണ്ട് ഗോൾഫിന് എന്നുള്ള കാര്യത്തിൽ. പിന്നെ എഞ്ചിൻ പവറിൻ്റെ കാര്യത്തിൽ ഇതിപ്പോൾ 0 to 100 എത്രയും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ 7.2 സെക്കൻഡ്സ് ആയിരുന്നെങ്കിൽ അത് 5.9 സെക്കൻഡ്സ് ആയിട്ട് വീണ്ടും ചുരുങ്ങിയിരിക്കുകയാണ്. കാരണം വീണ്ടും പവർഫുള്ളായി. വാഹനത്തിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ പോലും എഞ്ചിൻ്റെ പെർഫോമൻസ് വർദ്ധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ഗോൾഫ് ജി ടി ഐ ഓരോ തലമുറ കഴിയുന്തോറും അങ്ങനെ മെച്ചപ്പെടുത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 ലിറ്റർ എഞ്ചിനിലേക്ക് മാറിയിട്ടുമുണ്ട്. എന്തായാലും വില എന്ന് പറയുന്നത് ഇത്രയും കൂടി നിൽക്കാൻ കാരണം 68 ലക്ഷം രൂപയോളം വില വരാൻ കാരണം ഇത് ഫുള്ളി ഇമ്പോർട്ടഡ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. ജർമ്മനിയിൽ നിന്നും ഇതേപടി ഇറക്കുമതി ചെയ്ത് വരുന്ന വാഹനമായതുകൊണ്ടാണ് അത്രയും വില വരുന്നത്. അല്ലെങ്കിൽ കുറേ കൂടിയൊക്കെ വില കുറച്ച് കിട്ടിയേനെ. എന്തായാലും ഇത് 3 കളക്ടേഴ്സ് ഐറ്റമാണ്. സുരേഷ് പറഞ്ഞ പോലെ തന്നെ 3 കളക്ടേഴ്സ് ഐറ്റമാണ്. ഇത് തീർച്ചയായിട്ടും 26 മോഡലാണ്. പക്ഷേ നല്ല ഗംഭീരമായിട്ട് റീസ്റ്റോർ ചെയ്ത് കൊണ്ടു നടക്കുന്നു. പ്രത്യേകിച്ച് ആ ഒരു വാഹന മേഖലയിൽ തന്നെ ഉള്ളവരാണ് ഈ ജിതിനായാലും ജിതിൻ്റെ ഫ്രണ്ട് അവർ ഒരുമിച്ചാണ് റോഷൻ നടന്നത്, അജ്മലായാലും. അതുകൊണ്ട് തന്നെ അവർ ഗംഭീരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ആരും വിൽക്കാൻ സാധ്യതയില്ലാത്ത വാഹനങ്ങൾ. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇത് കൊണ്ടു നടക്കും. നിങ്ങളൊന്ന് ഈ ഒരു പോളോ ജി ടി ഒക്കെ ഒന്ന് വാങ്ങിക്കാൻ, സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വളരെ വളരെ ദുർലഭമായിട്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കാരണം ഇതെല്ലാവരും അങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എപ്പിസോഡിൽ ഇതുമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് തോന്നുന്നത് ഷറഫുദ്ദീനാണ്. നമ്മുടെ നടൻ ഷറഫുദ്ദീൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജി ടി ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് സൗബിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു വാഹനം. അങ്ങനെ സിനിമാ മേഖലയിലൊക്കെ എല്ലാവരും വാങ്ങിക്കുന്ന വാഹനമാണ്. അതുപോലെ ഗോൾഫ് ജി ടി ഒക്കെ മമ്മൂക്ക ഉൾപ്പെടെയുള്ളവരൊക്കെ വന്നപ്പോഴേ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഡീലേഴ്സ് എല്ലാവരും അന്ന് ഒളിവിൽ കഴിയുമായിരുന്നു. കാരണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് സെലിബ്രിറ്റീസ് എല്ലാം വിളിച്ചുകൊണ്ടിരുന്നു. അവർക്കാണെങ്കിൽ ആപ്പാടെ എനിക്ക് തോന്നുന്നു 150 യൂണിറ്റ് മറ്റേ വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കാനും സാധിച്ചില്ല. അപ്പോൾ എന്തായാലും പോളോ ആയാലും അതുപോലെ തന്നെ ഗോൾഫ് ആയാലും രണ്ടും ലോക വാഹന ചരിത്രത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള മോഡലുകളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50 ലക്ഷത്തോളം ഗോൾഫുകളോ മറ്റോ ലോകത്തിൽ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ വാഹന ബ്രാൻഡുകളിൽ 5ാം സ്ഥാനം മറ്റോ ഗോൾഫിനാണുള്ളത്. അപ്പോൾ അത്രയും അധികം ജനപ്രിയമായ മോഡലാണ്. അതെന്തായാലും ആ ഒരു ബ്രാൻഡ്, ആ ഒരു പേര് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിന് ഫോക്സ് വാഗനോട് നമ്മൾ തീർച്ചയായും കടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ പോളോ എന്നേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഗോൾഫ് എന്ന് പറയുന്ന സംഭവം ഇപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും വീണ്ടും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. താങ്ക് യു.